ഹായ് ഓൾ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ മുളക് ബജി എന്ന് പറഞ്ഞാൽ നോർമൽ മുളക് ബജി അല്ല കേട്ടോ. ഈ ചിക്കൻ്റെ മസാലയൊക്കെ ഫിൽ ചെയ്തിട്ട് ഒരു നോൺ വെജ് മുളക് ബജിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടൈമുകൾ ഏത് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിക്കൻ മസാല സ്റ്റഫ് ചെയ്ത് മുളക് ബജി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. മുളക് ബജിക്ക് എടുക്കുന്ന മുളക് തന്നെയാണ് ഇതിനും എടുക്കേണ്ടത്. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങിനെ ഞാൻ ഇവിടെ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുകയെ. ആദ്യം നമുക്ക് ചിക്കനെ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിലോട്ടേക്ക് ഒരു 150 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 4 to 6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയും കൊടുക്കണേ. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ല, ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി ബജിയിലേക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു 1/2 കഷ്ണം സവാള ഇടണേ. ഇനി ഇതിനൊരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെക്കണേ. ഇനി ഇതിലോട്ടേക്ക് ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു ചോപ്പ് ചെയ്ത് ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. കാരണം മസാല നമ്മൾ ഓവറായിട്ട് സ്പൈസി ആക്കണ്ട കേട്ടോ ഇതിന്. ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ച കറിവേപ്പില കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പൊടികൾ ചേർക്കാം. ഇതിലോട്ടേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ചിക്കനില്ലേ, അത് ആഡ് ചെയ്യണേ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ മിക്സ് ചെയ്യണേ. ഈ ചിക്കനും മസാലയൊക്കെ എല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി ഇതിലോട്ടേക്ക് ബോയിൽ ചെയ്ത് പൊട്ടറ്റോ ഇട്ട് കൊടുക്കണേ. പൊട്ടറ്റോനെ നല്ലപോലെ സ്മാഷും ചെയ്യണേ. ഇനി ഇതിലോട്ടേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചതിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി ഈ മസാലയ്ക്കും ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് മാത്രമേ ഇടണ്ടൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിന് നല്ലപോലെ സ്മാഷും ചെയ്യാൻ നോക്കണേ. അപ്പം നമ്മൾ ബജിയിൽ ഫില്ല് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ടേ. ഇത് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല മുളകിലോട്ടേക്ക് ഫില്ല് ചെയ്യാം. കുറച്ച് പോർഷൻ മസാല എടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ മുളകും ഇതുപോലെ ഫില്ല് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം നമുക്ക്. അതിനായിട്ട് ഒരു ബൗളിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി ഒരു 1/4 ടീസ്പൂൺ കായം. ഇത് ഓപ്ഷനിലാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം യൂസ് ചെയ്തിരിക്കുക ഇതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. മാവ് അധികം കട്ടിയായി പോകരുത്, അധികം കട്ടി കുറഞ്ഞും പോകരുത് കേട്ടോ. ഒരു മീഡിയം തിക്നെസ് വേണം, എന്നാലേ മുളകിൽ ഈ മാവ് പിടിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത ബാറ്ററിന് ഒരു നീളമുള്ളൊരു ഗ്ലാസ്സിലോട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ബാറ്റർ ഗ്ലാസ്സിൽ ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ഈസിക്ക് വേണ്ടി ചെയ്താണ്. ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച മുളക് എടുത്തിട്ട് ഈ ബാറ്ററിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് നമുക്ക് ഈസിയിൽ കംപ്ലീറ്റ് ഇതിന് ഡിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഓയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുളകൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്ക് കേട്ടോ. ഇതൊരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഫ്ലെയിം എപ്പോൾ മീഡിയത്തിൽ തന്നെ വെക്കണേ, കാരണം ഉള്ളിലുള്ള മുളക് ഒന്ന് വെന്ത് കിട്ടണ്ടേ. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കണേ. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അത് ക്രിസ്പി ആകുമ്പോൾ തന്നെ ഉള്ളിലെ മുളകൊക്കെ നല്ലപോലെ വെന്തും കിട്ടും നമുക്ക്. ഇതുപോലെയാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല ഫില്ല് ചെയ്തിട്ടുള്ള മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ നോർമൽ മുളക് ബജീൻ്റെ വീട്ടിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് പറയണേ. എൻ്റെ ചാനലൊന്നും ഇഷ്ടമായാലും വീഡിയോ കണ്ടും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കണേ, എന്നാലാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.